ഇനി നമ്മളൊരു ഫുൾ കുക്കർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മസാല തയ്യാറാക്കണം. അതിനൊരു മല്ലിയില, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം. എൻ്റെ കയ്യിൽ പേസ്റ്റാണുള്ളത്, അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് തൈര്, നിങ്ങളെ പുളിക്കനുസരിച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വരഞ്ഞ് വെച്ച ചിക്കൻ ഉണ്ട്, അതിലേക്ക് അരച്ച പേസ്റ്റ് ഒന്നാണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർക്കാനുണ്ട്. മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, കുറച്ച് ഗരം മസാല, 1 സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് സുർക്ക, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നാണ്ട് മിക്സ് ചെയ്യാം. ഞാനെടുത്ത പാത്രം ചെറുതായതുകൊണ്ട് ഇതിൽ വെച്ചിട്ട് മിക്സ് ചെയ്യലൊരു റിസ്ക്കാണ്, അതുകൊണ്ട് ഞാൻ പാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഉൾവശവും പുറവും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. മസാല തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്കിതൊരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കന് ഒന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ ചിക്കന് ബാലൻസ് വന്ന മസാലയും വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതിയാവും. കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കന് ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം 2 ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പൊരിച്ചെടുത്ത ചിക്കൻ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് സെയിം പാനിൽ നമുക്കൊരു വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. നമ്മൾ ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ് കെച്ചപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഇവ രണ്ടും ചേർത്ത് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ചിക്കൻ വേവിച്ചതിൽ ബാലൻസ് വന്നിരുന്ന വെള്ളം നമ്മൾ നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുത്തതാണിത്. നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയ്ക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ മസാല ഒക്കെ ഒന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തൊന്ന് പിടിക്കണ പോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് മല്ലിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. നമ്മൾ ഫുൾ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും പൊറോട്ട അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെ സൈഡായി കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.